അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയികൾ നമ്മയും ബന്ധപ്പെട്ടവരെയും ചേർക്കട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫജന്റെ കുടുംബങ്ങൾ, കമന്റിൽ സന്തോഷം പറയുന്നവർ, പരസ്പരം ദുആ ചെയ്യാൻ പറയുന്നവർ, ഖൽബ് നിറച്ച് ദുആരക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു സന്തോഷം തരട്ടെ. മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ പകലിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ ആദ്യം ആമുഖമായി പറയാണ്, ഇന്നലത്തെ രാത്രിയിൽ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ പറഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നേരം കിട്ടാതെയോ മറ്റു പ്രയാസങ്ങളോ, ഇന്നത്തെ പകലിൽ മഗ്‌രിബിന് മുമ്പ് വീണ്ടെടുക്കാവുന്നതാണ്. ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിനെ നമ്മൾ ആദരവോടെ ബഹുമാനത്തോടെ പരിഗണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന 15 സമ്മാനങ്ങൾ, 15 നേട്ടങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഓടിച്ചു പറഞ്ഞു പോകുകയാണ്. ഒന്നാമത്തത്, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അടക്കം കിതാബുൽ ഗുന്യയിലൊക്കെ പറയുന്നുണ്ട്, ഈ മഹത്വങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. ഒന്ന്, അൽ ബറക്കത്ത് ഫിൽ ഉംർ, ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവും. പെട്ടെന്നുള്ള മരണം ഉണ്ടാകില്ല. ജീവിതകാലം റാഹത്തായി ആഫിയത്തോടെ ജീവിക്കാൻ പറ്റും. അത് വലിയ നേട്ടമാണ്. രണ്ടാമത്തെ കാര്യം, അസിയാദത്ത് ഫിൽ മാൽ, നമ്മുടെ ധനത്തിൽ വർധനവുണ്ടാവും. സാമ്പത്തിക വരുമാനം കൂടും. നമ്മൾ എടങ്ങേറായി പ്രയാസപ്പെടുകയാണ്, അതൊക്കെ മാറിക്കിട്ടാൻ തുടങ്ങും. അത് വലിയൊരു ബെനിഫിറ്റാണ്. മൂന്നാമത്തത്, വൽ ഹിഫ്ളു ഫിൽ അയാൽ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഫാമിലി, അവർക്ക് അല്ലാഹുവിൻ്റെ പ്രത്യേക ഹിഫ്ള് ഉണ്ടാവും. ആഫത്ത് മുസീബത്തുകൾ, അപകടങ്ങളില്ലാതെ അള്ളാഹിൻ്റെ പ്രത്യേക കാവലുണ്ടാകും എന്ന് ഉലമാ. പിന്നെ തക്ഫീറു സയ്യാത്ത്, തെറ്റുകൾ പൊറുക്കപ്പെടാൻ വലിയൊരു കാരണമാകും എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തളഈഫുൽ ഹസനാത്ത്, ഒരു നന്മ ചെയ്താൽ ഇരട്ടി കൂലിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തസ്ഹീലു സക്കറാത്ത്, മരണം എളുപ്പമാവുക, എളുപ്പത്തിൽ സന്തോഷത്തോടെ മരിക്കുക, സക്കറാത്ത് എളുപ്പമാകുക. എത്ര ഭാഗ്യമാണ്, എത്രയാണ് നമ്മൾ ദ്വാരക്കേണ്ടത്. ആ ഒരു ബെനിഫിറ്റ് ഈ മാസത്തെ ബഹുമാനിച്ചാൽ കിട്ടും എന്ന് ഉലമാ പറയുന്നു. പിന്നെയോ, വളിയാഉ ഫി ദുലുമാത്ത്, ഇരുട്ടേറിയ ഖബറിൽ, നാളെ ആഖിറത്തിൽ എല്ലാ ഇരുട്ടിലും വെളിച്ചം ഉണ്ടാകാൻ ഈ മാസത്തെ പരിഗണിച്ചാൽ മതി എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തഖ്തീലു മീസാൻ, മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ ഭാരം ഉണ്ടാവുക. ആരും ആരോടും മിണ്ടാതെ വിറച്ചു നിൽക്കുന്ന നേരമാണ് നന്മ തിന്മകൾ നോക്കുന്ന നേരം. അവിടെ സന്തോഷിക്കാം, ഒരു കുഴപ്പമുണ്ടാകില്ല. എന്തുകൊണ്ട്? നന്മക്ക് ഭാരം ഉണ്ടാവും. ഈ മാസത്തെ പരിഗണിച്ചാൽ മതി. അതേപോലെ തന്നെ വൻ നജാത്തു മിൻ ദറകാത്തി, ഏത് പരാജയങ്ങൾ, നമ്മൾ ഏത് വിഷയത്തിലും, കച്ചവടത്തിലോ കുടുംബത്തിലോ പഠനത്തിലോ എവിടെയോ പരാജയപ്പെട്ടിരിക്കുന്നത്, ഈ മാസത്തെ പരിഗണിച്ചാൽ അവിടെ എല്ലാം വിജയം, അല്ലാഹു ഫതഹ് തുറന്നു നൽകും എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഊദ് ദറജാത്ത്, നമ്മുടെ പദവിയിൽ, നമ്മുടെ നിലവിലുള്ള ഗ്രേഡിൽ അല്ലാഹു ഉയർച്ച നൽകും. വലിയൊരു ബെനിഫിറ്റാണ്, വലിയൊരു സ്ഥാനം, നമുക്ക് ഉയർച്ച കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ മഹത്വങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ കാണാം, ലിക്കുല്ലി യൗമിൻ അൽഫു യൗം, ഒരു ദിവസത്തിന് 1000 ദിവസത്തെ. അപ്പോൾ ഒരു ദിവസം നമ്മൾ അമൽ ചെയ്യുമ്പോൾ 1000 ദിവസം അമൽ ചെയ്ത കൂലി, അല്ലെങ്കിൽ 1000 ദിവസത്തിൻ്റെ പോരിസ കിട്ടും. 12ാമത്തൊരു മഹത്വമായി നമുക്ക് എണ്ണാൻ പറ്റും. അതായത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിനോട് കടപിടിക്കും ഓരോ രാവുകളിലും. എത്ര സന്തോഷമാണ്, എത്ര റാഹത്താണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 13ാമത്തൊരു മഹത്വമായി പറയാൻ പറ്റും, ഒരു നന്മക്ക് 700 ഇരട്ടിയാണ്. സാധാരണ നമ്മൾ റമദാനിൽ 70 ഇരട്ടി എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ടല്ലോ. ഇവിടെ 700 ഇരട്ടി കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് ഹദീസിൽ കാണാം. അതേപോലെ 14ാമത്തെ മഹത്വം, ഇജാബത്ത് ഉറപ്പാണ്. ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടും. അത് ഉലമാ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇജാബത്ത് കിട്ടുന്ന ഓരോ ദിവസങ്ങളാണ്. 15ാമത്തെ മഹത്വം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നോമ്പാണ്. 1 മുതൽ 9 വരെ ശക്തമായ സുന്നത്തുള്ള നോമ്പാണ്. അറഫാ ദിനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നിശ്ചയിച്ച നോമ്പാണ്. ഒരു നോമ്പിന് 365 നോമ്പിൻ്റെ കൂലിയാണ്. ആലോചിച്ച് നോക്കി. അപ്പോൾ എത്ര മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്താൽ, പരിഗണിച്ചാൽ കിട്ടുന്ന നേട്ടം. ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ നേട്ടങ്ങൾ മുഴുവൻ കിട്ടാൻ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഉള്ളതുപോലെ നെവർ മൈൻഡായിട്ട് പോവല്ല, ഒന്ന് പരിഗണിച്ചു കൊടുക്കുക. സുന്നത്തുകളെയൊക്കെ കൂടുതൽ മിസ്സാകാതെ നോക്കുക. ഈ നന്മകൾ, നമ്മൾ ചെയ്യേണ്ട നന്മകൾ പറഞ്ഞിട്ടുണ്ട്, ഓതേണ്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പരിഗണിച്ചു കൊടുക്കുക. എല്ലാ ദിവസവും സൂറത്തുൽ ഫജ്ർ ഓതുക, എല്ലാ രാത്രിയും സൂറത്തുൽ മുൽക്ക് ഓതുക. ഒക്കെ വലിയ ഭാഗ്യമുള്ളവർക്ക് മാത്രം പറ്റൂ. ഒന്നും നഷ്ടപ്പെടുത്തരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിപൂർണ്ണ വിജയത്തിലാകാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു അൽഹംദുലില്ലാഹ് എങ്കിലും അറിയാവുന്നവരൊക്കെ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകണം. സന്തോഷത്തോടെ നമ്മുടെ കഫാത്ത് ഇസ്ലാമിക് ചാനൽ ഏറ്റെടുത്ത എല്ലാവർക്കും സന്തോഷമാണ്. ഇനിയും കൂടുതൽ നമ്മൾ എത്തിക്കണം. അല്ലാഹു വിജയത്തിലാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.